അതായത് മറ്റേ മോങ്ങം ബസ് സ്റ്റാൻഡ് ഇല്ലേ, ബസ് സ്റ്റോപ്പ് ഇല്ലേ, ആ അവിടെ നോക്കുമ്പോഴേ ഒരു ഫ്ലക്സ് കാരണം ബസ് കാണാൻ പറ്റുന്നില്ല, വരുന്ന ബസ്സേ ബസ് സ്റ്റോപ്പിൽ. അപ്പൊ അതിന്റെ ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടിയാ. കൊടുത്തോളൂ. അത് എവിടെയാ കൊടുക്കേണ്ടത്? നമ്മള് മെയിൽ ഐ ഡി ഉണ്ടോ? അത് നിങ്ങൾ അക്ഷയ ചെയ്താൽ മതി. അല്ല, അക്ഷയയിൽ അതിന് പോകാൻ വയ്യ. ഡയറക്റ്റ് അവിടെ നിങ്ങളുടെ ചെയ്യാൻ പറ്റും. മൊബൈലിൽ ചെയ്തോളൂ. അല്ല, ഇവിടെ ഇപ്പൊ അപേക്ഷ സ്വീകരിക്കാറില്ല. നിങ്ങളുടെ ഫോണിൽ ചെയ്യാലോ. ഫോണിൽ എങ്ങനെ ചെയ്യണ്ടേ? കെ സ്മാർട്ടിൽ സിറ്റിസൺ ലോഗിനിൽ കയറിയിട്ട് ചെയ്യാം. നേരത്തെ ഞാൻ വിളിച്ചായിരുന്നല്ലോ, മറ്റേ ഫ്ലെക്സ് ബോർഡ് കാരണം ബസ് വരുന്ന കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിളിച്ചില്ലായിരുന്നോ? ഇല്ല, ഞാൻ കേട്ടില്ല. മാഡം അല്ല എടുത്തെന്ന് തോന്നുന്നു, വേറെ ആളെന്ന് തോന്നുന്നു. അപ്പൊ ഇത് കെ സ്മാർട്ടിൽ കംപ്ലൈന്റ് ചെയ്യാന്ന് പറഞ്ഞു. ഇത് എവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്ത്? കെ സ്മാർട്ടില് അയ്യോ, എനിക്കറിയില്ലല്ലോ. അറിയില്ല, അതാണ് പ്രശ്നം. കംപ്ലൈന്റ് ഇവിടെ വരുന്നുണ്ട്, പക്ഷെ ആൾക്കാർ എവിടെയാ കൊടുക്കുന്നത് എനിക്കറിയില്ല. കംപ്ലൈന്റ് ആൾക്കാർ അക്ഷയ കൊണ്ട് കൊടുക്കുന്നുണ്ട്, ഡയറക്റ്റ് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഡയറക്റ്റ് അവിടെ വന്നു കഴിഞ്ഞാൽ കംപ്ലൈന്റ് സ്വീകരിക്കില്ല എന്നും പറഞ്ഞു. ഇല്ല അങ്ങനെ ഫ്ലെക്സ് ബോർഡ് നിരോധിച്ചതല്ല ഹൈക്കോർട്ട് ഉത്തരവ് പ്രകാരം. അതെ. എന്താ നിങ്ങൾ റിമൂവ് ആക്കിയിട്ടുണ്ട് കേട്ടോ, ആ ഫ്ലെക്സ് മുഴുവൻ റിമൂവ് ആക്കിയിട്ടുണ്ട്. ഇതുപോലെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് അധികാരികളെ അറിയിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഗുണമുണ്ടോ? അത് നമ്മുടെ പണിയല്ലാന്നും പറഞ്ഞ് പോകരുത്. ഈ കാലിലാണ് ഫ്ലെക്സ് ഉണ്ടായിരുന്നത്. ബസ് കാണാൻ വേണ്ടി ആരെങ്കിലും റോഡിൽ ഇറങ്ങി നിന്നിട്ട് വണ്ടി കയറിയാൽ എന്ത് ചെയ്യും?